NSSും SNDPയും തമ്മിൽ സഖ്യമാണ്. അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള VD സതീശനെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് സുകുമാരൻ നായരും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയും നടത്തിയിരിക്കുന്നത്. അത് VD സതീശനോട് അങ്ങനെ അവർ പറയാൻ കാരണം എന്താണെന്ന് അവരോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്ക്. ഞാനിപ്പോൾ എന്താ പറയാനാ? അവരുടെ മനസ്സാക്ഷി അവരുടെ മനസ്സ് എൻ്റെ മനസ്സിലില്ലല്ലോ. അവർ വേറെ വ്യക്തികൾ രണ്ടുപേര് പ്രമുഖർ. VD സതീശനോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ തള്ളിപ്പറയുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് അവരോട് പോയി ചോദ്യയില്ലേ. അതുപോലെ തന്നെ VD സതീശനോട് നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം. എന്നോട് ചോദിച്ചു എന്നാ പറയാനതിന്? NSSും SNDPയും ഐക്യപ്പെട്ടതോ ഐക്യമല്ലാതെയാണോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ തങ്ങളുടെ സ്വതന്ത്രമായ നയങ്ങൾ വ്യക്തമാക്കും. അപ്പോൾ NSS നിൽക്കുന്നവരും SNDP നിൽക്കുന്നവരും എല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരും എന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കും. അത് നിർത്തിക്കൊണ്ട് പോകാനുള്ള പണിയെല്ലാം ഞങ്ങൾ ചെയ്യും. അതിപ്പോൾ അവരോട് പോയി ചോദിയത് എന്തുകൊണ്ടാണെന്ന്. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നാ പറയാറ്. ഈ രാജേന്ദ്രൻ പോയ കാര്യത്തിൽ ഈ കോൺഗ്രസ്സുകാർ ഏത് സമയത്തും BJPക്കാരാകാം എന്നുള്ളത് ഒരു CPMന്റെ ഒരു വിമർശനമാണ്. CPM നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാതെ. കാരണം വർഷങ്ങളായാലും ഞങ്ങളുടെ കൂടെ ഇല്ല. പിന്നെ അയാളെപ്പറ്റി ഞങ്ങൾക്ക് എന്നാ? അത് അദ്ദേഹത്തോട് പോയി ചോദിക്കും. നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. ജില്ലാ സെക്രട്ടറിയോട് തന്നെ ചോദിച്ചോ, അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞോളൂ. രാജേന്ദ്രനൊന്നും ഒരു പ്രശ്നവുമില്ല. MM മണി പോയാൽ പോലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കുന്തവും വരില്ല. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഇടുക്കി ജില്ലയിലെ പാർട്ടിക്ക് എന്നാ പറ്റുന്ന എല്ലാ സംഭാവനയും ചെയ്താൽ നിങ്ങൾക്കും അറിയാം. ഞാൻ നാളെ പാർട്ടി വിട്ടു പോയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിന് ഒരു കുന്തവും വരില്ല. പിന്നെ അതിന് മുകളിലൊന്നുമല്ല രാജേന്ദ്രനൊന്നും. ഈ രാജേന്ദ്രൻ ഉന്നയിക്കുന്ന പരാതിയിൽ വലിയ കഴമ്പോട്ടോ? അത് അയാളോട് പോയി ചോദിച്ചിരുന്നു. അയാൾ എന്താ പരാതി പറയുന്നത് എനിക്കറിയില്ല. ഇതൊന്നും ഞങ്ങളുടെ പരിപാടിയല്ല. അയാൾ ഞങ്ങളുടെ കൂടെ ഇല്ല, കാലങ്ങളായില്ല. അയാൾ തെരഞ്ഞെടുപ്പിൽ അയാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി 3 പ്രാവശ്യം MLA ആക്കി. അയാൾ പാർട്ടി മര്യാദ പാലിച്ചില്ല, അതുകൊണ്ട് കളഞ്ഞു. ഇനി അയാളുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നാൽ ഞങ്ങൾ തീർത്ത് കിട്ടിയാലും വല്ലതും ഒന്നും ചെയ്തില്ലല്ലോ. അത് പോയെന്ന് കൊള്ളി പുറത്ത്, അത്രേ ഉള്ളൂ. അയാൾ പോയെന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ചുക്കും വരികയില്ല. അതിനെല്ലാം ഉള്ള പണിയെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് അവിടെ അറിയാം. പറഞ്ഞു മനസ്സിലായോ? ഞങ്ങളുടെ കൂടെ നിന്ന് ഒരു അനുഭാവിയെ പോലും പിടിക്കാനായിട്ട് കഴിയില്ല. അതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞ പയ്യാവേലിയാണ്. അതൊക്കെ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇല്ലേ വേണ്ട പോവും, അത്രേ ഉള്ളൂ. ആരെയാണോ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നത് അങ്ങർക്ക് വേണ്ടി പ്രവർത്തിക്കും.